பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. ഇതാ വൈരാഗ്യമുള്ളവനാണ് അത് ചെയ്തതെന്ന് തോന്നുന്നു. ഇതെന്താ ഓരോ സ്റ്റേഷനത്തിലും പ്രധാനപ്പെട്ട റോഡുകളിൽ ഇതും കൂടെ കണ്ടിട്ട് നമുക്ക് 51 ഇത് കൊടുക്കാം. ചെക്കിംഗ് വേണം. ഇത് മൂവ്മെന്റ് ഓഫ് വെഹിക്കിൾസ്, മൂവ്മെന്റ് ഓഫ് പാസഞ്ചേഴ്സ്. എക്സലന്റ് സിറ്റിയിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും XMDDOGയിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്ത ചന്ദ്രബോസിനെ പോലീസ് പിടികൂടിയെങ്കിലും തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടയ്ക്ക് അതിസാഹസികമായി അയാൾ രക്ഷപ്പെട്ടു. ചന്ദ്രന് വണ്ടിയോടെ തിരിച്ച് ഓടാൻ നടന്നെങ്കിലും ഇതുവരെ ചുമ്പം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പോലീസ് വണ്ടികൾ വെറുതെ ചീഴപ്പോയി എന്നാണ് യാതൊരു ഉപയോഗവും ഇല്ല. ഇത് തികച്ചും പോലീസിന്റെ കഴിവില്ലായ്മ തന്നെയാണ്. And mind you, this is not an investigation but a re-investigation. യാതൊരു തരത്തിലുള്ള സിസ്റ്റമിക് സപ്പോർട്ടും ഈ കേസിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. And that man is a classic criminal and is scot free now. Thanks. He's the perfect thief. നീരെടുത്ത് ചാടിയത്. സിറ്റിയിലെ ടെററിസ്റ്റ് ആണ്. തമ്പി കീഴിലിറങ്ങ്, തമ്പി കീഴിലിറങ്ങപ്പാ. എന്തോ ഇറങ്ങി വേണം. നീ വരുന്നതോ ഞാൻ കയറണോ? നമ്മള് തീരുമാനിക്കും. കൂട്ടാൻ വേണ്ടിയാണ് സാർ, തമാശക്കാണ് സാർ. ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഒരു കാലത്ത് ഗുണം പിടിക്കേണ്ടതാ. താൻ പോടോകളവാ. ഇങ്ങനെയായിരുന്നു. കൊള്ളാടാ. അണ്ണാ പെട്ടെന്ന് ക്ലാൻ നോക്ക. അണ്ണനെ ഇപ്പൊ കിണ്ടുവന്നാ. എടാ നീയൊക്കെ കേറിട്ട് എന്തിനും കാണിച്ചാടാ. വണ്ടി കയറാൻ പറഞ്ഞാ നീ വണ്ടി കയറി. നീ എന്താന്ന് ചോദിക്കണം, മനസ്സിലായ? വണ്ടി കയറി, നീ വണ്ടി കയറി. തക്കട് വീട്ടിൽ ചന്ദ്രബോസ്. വണ്ടി നമ്പർ KL 65B 77 68 എഴുതി പറഞ്ഞു കൊടു സാറേ. യവന്മാര് ഞാൻ നിക്കുന്ന ക്ലാരി കയറി മാറ്റണ്ട പറഞ്ഞോണ്ട്. ഗോകു ഹായ് ഗോകു, വാറ്റണ്ണോയ്, വാറ്റണ്ണം ബോയ്സ്, ഗോ അണ്ണ കൂയി, വാറ്റണ്ണ ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കുക. TV ക്ലാൻ തുടങ്ങുമായിരുന്നേലോ കൊള്ളായിരുന്നു. ഹായ്, കോൺസാ ഭാഷ ഹേ ബാത് ഹോരി ഹേ. ആരൊക്കെ ഇറങ്ങിപ്പോയി ലെഫ്റ്റ് അടിച്ച്. സോറി ബൈ, ഹിന്ദി നെയ് മാലു. വേർ ആർ യു ഗൈസ് ഫ്രം? ഹായ് ബ്രോ, വി ആർ MRC ഗോകൂസ് ഫാൻസ്. എടാ നീയൊക്കെ എന്നെ കൊല്ല്. അവരാധികേ തന്നിയുണ്ടോ? തന്നി You need 5 minutes for talk.
എല്ലാരും കൂടി വന്നിട്ട് എന്നെ അങ്ങ് അമർത്തി കൊണ്ടുപോകല്ലേ, എന്നെ വണങ്ങി. എന്റെ ഡിമാൻഡ് ഇത്രയുള്ള സാറേ, എന്റെ പേരുള്ള എല്ലാ ഗ്യാസ് ഇപ്പൊ പിൻവലിക്കണം. ഇത്രയും ഗവൺമെന്റ് ഓഫീസേഴ്സിനെ ഹോസ്റ്റേജ് എടുത്ത് ഇങ്ങനെ ഒരു ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ ടെററിസം എന്ന് പറയുന്ന സാധനം ഇല്ലാതാവും എന്നാണോ ചന്ദ്രൻ പറയണേ? ഇല്ലാതാക്കണം. പറ്റില്ല, ഒരിക്കലും പറ്റില്ല ചന്ദ്ര. ഇതിനകത്തൊന്നും ചെയ്യാനില്ല. കാരണം ഈ സംഭവം നടന്നതും എടുത്തതും ഈ സിറ്റിക്കകത്തുള്ള പലവരും കണ്ടു. ഇവരൊക്കെ ചന്ദ്രനെ മാറ്റാൻ പറ്റുമോ? ഇവരൊക്കെ മൊഴികള് ഇതിപ്പോ ഞങ്ങളെ മുഴുവൻ ചന്ദ്രൻ ഇപ്പം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും ഇതവിടെ റെക്കോർഡിക്കലാ. സാറേ എന്നെ ഈ സിറ്റിയിലെ ലോയാണ് സാറേ എന്നെ ഇങ്ങനെ ആക്കണേ. ഞാൻ ഇപ്പോഴേ പറയാം, എന്നെ ഈ സിറ്റിയിലെ ലോയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. എനിക്കിതൊന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒരു കാര്യം അത്യാവശ്യമായിട്ട് അതിലൊരുത്തിരി ബോബാറ്റി വേണോന്ന്. എനിക്ക് ആപ്പടെ ബോബൂട്ടനെ മാത്രമേ അറിയൂ ബോസ്. എന്നോടുള്ള കാര്യം ഞാൻ പറയും. അവന്റെ ബാക്കിയത്തെ അവിടെ ടിഷ്യൂ പേപ്പറിന്റെ ആ ഒരു മറ്റേ റോളില്ല, അത് മൊത്തം ഇടിച്ചും കയറ്റിട്ട് മിണ്ടാണ്ടിടാ തെണ്ടി എന്ന് പറയാൻ അവനടുത്ത്. നിനക്ക് ബോബാറ്റി എനിക്ക് ഇവിടെ നിന്ന് എല്ലാ പിടി മാറി തരണം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റേഴ്സിനെല്ലാം ഞാൻ സേഫായിട്ട് ഒരിടത്ത് കൊണ്ട് വിടും. പക്ഷെ അതുവരെ നിങ്ങൾ ഒരു രീതിയിൽ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ അവരെ മര്യാദയ്ക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് എവിടെ വെച്ചാൽ സേഫായിട്ട് ഇറക്കും. ഓക്കെ ഫൈൻ. എല്ലാരെയും കണ്ണൻ ചെയ്തേറ്റ് ഞാൻ പ്രശ്നമുണ്ട്. ബോസിനൊരെണ്ണം കൊടുക്കും. ബോസിന് കിട്ടുന്നത് ബോസിനെ നിങ്ങൾ ഓക്കെ അല്ലേ? ഇങ്ങോട്ടെ നീ പെട്ടെന്ന് നീക്ക. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഞാൻ 1 5 എണ്ണുമ്പത്തേക്ക് ഓടി വണ്ടി കയറാൻ ഒറ്റ പോക്കായിരിക്കും. 1 2 3 4 5. എന്താ സംഭവിച്ചത് എനിക്കൊരു പിടിയില്ല. അതിനകത്ത് അടിച്ച് ബോധലാരും ചേസ് ചെയ്യുന്നില്ല സാർ. ചേച്ചി ചെയ്യണ്ട, ഓഫീസേഴ്സ് അതിനകത്ത് അടിച്ച് വീലായിട്ട് കിടപ്പുണ്ട്. അതിനകത്ത് നിങ്ങൾ എടുത്തോ അവരെ. ബോധമല്ല. ഓക്കെ, ഇതല്ല ഇതിനപ്പുറം ചാടിക്കുന്നവരാണ് നമ്മളെ. നായിന്റെ പോലെ നീ എന്റെ പല പ്രാവശ്യം എന്റെ കൂടെ തന്നെ മൂഞ്ചിക്കാൻ നോക്കിയിട്ടുണ്ട്. നീ കണ്ടോമാരെ വെള്ളോട് എന്നാങ്ക് പോലെ അല്ലെ നിർബന്ധിച്ച് തന്നെ വേണ്ടെന്ന് പറഞ്ഞാണ് എന്നെ മനോജ്മനൊക്കെ പ്രേരിപ്പിച്ച്. ഇവൻ ഫസ്റ്റ് കഞ്ചാവ് കൊടുത്തവർക്ക് ഇല്ല, അത് പിന്നെ അവർക്ക് വേണോന്ന് നിർബന്ധിച്ച് വലിച്ചിട്ട് അവര് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ വെള്ളം കൊടുത്തത്. ഹലോ എത്തിപ്പോയോ? ഹലോ, നാളെ നമുക്ക് സെറ്റ് ഇറക്കാൻ പറ്റില്ല. എനിക്ക് കുഴപ്പമില്ല. രാജിയുടെ പേര് ഏബലം നല്ല പോലെ അറിയാം. പിന്നെ അവർ ചോറല്ല തിന്നുന്നത്, മണ്ണാ തിന്നുന്ന. ഒരു കിലോ വരുന്നേ. നീ എന്താടാ കാണിക്കണ? നീ നമ്മളെ കൂടി പിടിപ്പിക്കോ? ഹെലികോപ്റ്റർ ആ ഹെലികോപ്റ്റർ നമ്മളെയാണോ നോക്കണേ? ആർക്കറിയാം? ഹെലികോപ്റ്റർ കണ്ടുകൂടാ. അല്ലല്ല ഒരു all the team please
as soon as possible. പണയം സാധനം വാങ്ങിക്കാൻ പോയെന്ന് പറഞ്ഞാ നീ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ ഡീഗണേ ഡോക്ടർ ഡീഗൺ സ്മിത്ത് യു ആർ ഡോക്ടർ ബെല്ല ഏബിൾ ഡോക്ടർ. ഏബലിന്റെ ഡ്രസ് മാറ്റിയിട്ട് നല്ല വ്യത്യാസമുണ്ട് മുഖത്ത്. ഏബലെ ഇപ്പം പോലീസ് എന്ത് ചെയ്യും? പോലീസ് നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. നമ്മളെന്തിനു മേടിക്കണത്? ഞാൻ നേരെ ഓടുവല്ലേ ബോസണ്ണാ. അളിയ ഞാൻ ഓടൂല, അതാണോ ഉദ്ദേശിച്ചത്? എന്റെ പട്ടി ഓടും. ഹലോ, എന്റെ പട്ടി ഓടുന്നു പറഞ്ഞിട്ട് ഒരു ഓട്ടം. അവനെന്താ ഓടി? ആരെ ഓടി? ഇവ സൈഡിൽ കൂടെ നോക്കുന്നു. വേറെന്താ? മനോജ് ഐഡി കാർഡ് മാറി. ഐഡി കാർഡ് എടുത്തില്ല സാറേ. ഇവനെ പേരുണ്ടായിരുന്നു? മനോജ് മറ്റേ സാറിന്റെ പുള്ളി, ആ കൂടെ വന്ന പുള്ളി എവിടെ? അറിയില്ല സാറേ, അതെന്റെ കൂടെയുള്ള ആൾക്കാരല്ല സാറേ. ഐഡി കാർഡ് കാണിച്ചേ. അതാറ് ഐഡി കാർഡ് എടുത്തില്ല സാറേ. ഐഡി കാർഡ് എടുത്തില്ലേ? ഇല്ല. വണ്ടി കയറാമോ? എന്തിനാ? വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ് സാറേ. സാറേ വീട്ടിൽ പോണം സാറേ, വീട്ടിൽ പോണം സാറേ. മീൻ ഡ്രസ് ഒന്നിട്ടെ സാറേ, ഡ്രസ്സില്ല സാറേ. മീൻ പിടിക്കാൻ കടലിൽ പോയതാണ് സാറേ. വെറുതെ വിട് സാറേ. സംസാരിക്കുന്നത് സൗണ്ട് കൊള്ളാല്ലേ? സാറേ എനിക്കറിയില്ല സാറേ, ഞാൻ പോവാ സാറേ. സാറേ എന്താ? ഇല്ല സാറേ, എന്റെ കയ്യിലില്ല സാറേ ഐഡി കാർഡൊന്നും. സാർ നോക്കിക്കോ. അങ്ങനെ ഐഡി കളയാൻ പറ്റുമോ? സാറേ എന്താ സാറേ, സാറേ ചെക്കുന്ന സാറേ, പോണം സാറേ. ഇതെന്റെ കൂട്ടുകാരൻ. പിന്നെ വരാം. വോയിസ് ചേഞ്ചർ ആയിരുന്നോ? കത്തി. ആ, കുഴപ്പമില്ല. എന്ത് വന്നാലും ഓടണം. ഞാൻ ഇപ്പോഴേ പറഞ്ഞാലും ഓടണം. എന്തൊന്നാലും ഓർഡർ വോയിസ് ചേഞ്ചർ അല്ല തൊണ്ട. Everyone chase him. Okay, go. അവൻ എത്ര നടക്കും ഇങ്ങനെ എന്റെ പുറകെ? എത്ര എന്ത് ചെയ്യാം, നമ്മൾ സണ്ണയെ പിടിക്കാൻ പറ്റുമോ ബോസണ്ണാ? നമ്മളുള്ളപ്പം അത് പുതിയ ഗ്യാങ്ങാണ്. പുവാക്കിന്ന് പറഞ്ഞ പോലീസ് അറിയോ? ഇവന്മാർക്ക് ഒറ്റ ഓട്ടത്തിൽ ചന്ദ്രന്റെ വണ്ടി ഇടാൻ മനസ്സിലാവും. അതാണ് അവന്മാരെ പ്രത്യേകത. ബോസിന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചേക്കില്ലേ, പച്ച ഇംഗ്ലീഷ്. പിന്നല്ലേ എന്നിട്ട് പറയാ ചന്ദ്രന്റെ വണ്ടി ആദ്യമൊക്കെ എഡിറ്റ് നല്ല രൈസായിരുന്നു കേട്ടോ. അവൻ പിന്നെ മടുപ്പായി തോന്നി. രണ്ട് സൈഡിലും ഈ പോച്ചക്കടയിൽ നിർത്തും, അവര് പോട്ടെ. ഇതാണ് മറ്റേ പ്രശ്നം വരുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു RP വീഡിയോ ആയിട്ട് പ്രശ്നം വന്നതിന് മുമ്പ്. യവനെ ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ പഠിച്ച ദിവസം കൊണ്ട് എന്തൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട് അവൻ എന്തൊക്കെ ഇടാൻ പറ്റുമോ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നാപ്പി ഷീൽഡറിനും വേണം. ഹലോ സാർ എന്താ പ്രശ്നം? സറണ്ടർ ചെയ്യാ. സാറേ നല്ലപോലെ സാറേ ഞാൻ പിടിയത്തില്ലെന്ന്. എനിക്ക് പിടിയാൻ പറ്റില്ല സാറേ, എനിക്കൊരു പണിയുണ്ട്. അന്ന് നാളെ പിടിച്ചോളാം ചന്ദ്രനെ. ഓക്കെ, അതല്ലേ എന്റെ പണി. ചന്ദ്രൻ അതാണ് പണിയെങ്കിൽ എനിക്ക് പണി ഇതേ ഉള്ളൂ. എന്റെ പണി ഇതാ, ഞാൻ പിടിച്ചേക്കാം.
ചന്ദ്ര എവിടെ വരെ ഓടും നോക്കട്ടെ. ഓക്കെ കാരണം ട്രൈ ചെയ്യും. ട്രൈ ചെയ്യാം. ജോലി ഇതായി പോയില്ലേ അതാ പറഞ്ഞത്. അറിയാം സാറ് സാറ് ഹെൽപ്പാണ്. പിടിച്ചടങ്ങുന്നാണോ സാറ്? ചൊറയാ പിടിക്കുന്ന പറയുന്നത്. അല്ലേ ഭരതൻ സാറിന് എപ്പോഴും ഈ വാശി ആ സാധനമാണ് എപ്പോഴും മത്സരം സാർ തോക്കും. ഇവിടെ ഒരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിൽ പോയാ അതിനകത്തിരിക്കാം. പോലീസ് കടൽ കാറ്റിനുള്ളിൽ തനനായി കടന്ന പീടി വന്നു കഴിഞ്ഞാലേ ഇൻ കേസ് ഇവിടെ പീടി വന്നു വിചാരിച്ചോ, ഒരു കാര്യം ചെയ്യാന്നുള്ളത് വണ്ടി കയറാൻ നോക്കാം. ട്രൈ ചെയ്തിട്ട് പറ്റിയില്ലെങ്കിൽ ഒറ്റ ചാട്ടമാണ് വെള്ളത്തിൽ. എന്നിട്ട് നേരെ ആ കപ്പലേ പൊങ്ങാവുള്ളൂ. പിന്നല്ല അത്രയുള്ളൂ. പിന്നെ കപ്പലിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ മുങ്ങിച്ചാവാൻ നോക്കുക. ചാവും വല്ല സ്രാവാ വല്ല തിമ്മിങ്ങനെ തിന്നോട്ടെ, ചത്താലും. നള്ളിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വന്ന് അവിടെ വന്നപ്പോ വലിയ സംഭവമൊക്കെ നടന്ന് വരുന്നുണ്ട്. ആര് അളിയ 2 വണ്ടി എടുത്തിട്ടുണ്ട്. എന്താ സ്ക്രിപ്റ്റാ കറക്റ്റ് സമയത്തിന് വന്നല്ലോ അത്. അളിയങ്ങോട്ടാ ഇത് മറ്റുള്ള ഒരു സിനിമയിലൊക്കെ നടക്കുന്ന പോലെ പോലീസായിട്ട് പൈസ ഒക്കെ കട്ടിപ്പോയിട്ട് ആ പൈസയും കൊണ്ട് വേറൊരു ഐലൻഡിൽ പോയി എൻജോയ് ചെയ്യുന്ന പോലെ. കിടന്നിറങ്ങുന്നേ ബ്രെയിൻ റോട്ട് ലെവൽ അടിച്ചു തന്നെ സത്യം. എനിക്ക് ഇത് തലയൊക്കെ പെരുക്കട്, പക്ഷെ കഴിവുണ്ട് എഡിറ്റിംഗ് കൊള്ളാം. പക്ഷെ കറക്റ്റ് ബ്രെയിൻ റോട്ട് അടിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു. അത് വിഷയല്ലേ, ഇങ്ങനെയൊക്കെ വന്നു. മിസ്റ്റർ ചന്ദ്രബോസ്, this is officer തക്കാളി speaking. മര്യാദക്ക് ചന്ദ്രാവോ ചന്ദ്ര, അല്ലെങ്കിൽ കുടുംബത്തിലാണെന്ന് നോക്കൂല, കേറി പൊട്ടിക്ക് ഞാൻ. ഓ മിസൈല് ചന്ദ്ര ചോട്ടി അടിക്കൽ ചന്ദ്ര നോർത്ത് ഇന്ത്യയിലെ റീൽസ് പോലും ഉണ്ടോ? അവന്റെ മണ്ടയ്ക്ക് തന്നെ വന്നിട്ടാ. എന്റെ തലച്ചോറുണ്ടോ അതെനിക്കറിയത്തില്ല. നിങ്ങൾ തലച്ചോറുണ്ടോ? ഇത് തെലുങ്ക് മൂവിയാണോ? സത്യല്ലേ? കൊള്ളാം സാധനം കൊള്ളാം, പക്ഷേ സാധനം പ്രശ്നമാണ്. ഇതൊരളിയാ ഞാൻ ഇപ്പൊ കണ്ടത്, എനിക്കൊരു പിടിയില്ല കേട്ടാ. സാധനം കൊള്ളാം, പക്ഷെ ഞാൻ തന്നെ എഴുതാ. അപ്പം നമുക്ക് ഞാൻ എന്തായാലും ഗൈസ് ഇന്ന് സത്യം പറഞ്ഞ
വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം തന്നെ സിറ്റുവേഷനും തുടങ്ങി, സിറ്റുവേഷനും കഴിഞ്ഞ് ഇപ്പം ദാ എന്തൊക്കെ കളിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്തു. നീ വേറെ എന്ത് ചെയ്യാൻ വന്നേടാ? ഞാനിവിടെ നമ്മള് ക്ലാഷ് ഓഫ് ക്ലാനും ഡിസ്കോഡൊക്കെ കണ്ടിരിക്കാന്നൊക്കെ വിചാരിച്ച് വന്നതാണല്ലേ. പക്ഷെ ഇവിടെ നടന്നത് എന്തൊക്കെയാന്നൊരു പിടിയില്ല. ബ്രൈറ്റ് ഫോഴ്സിന്റെ FF വീഡിയോ റിയാക്ട് ചെയ്യാനാ. ഇന്നാൾ ആരൊക്കെ റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ചിരുന്ന റിയാക്ട് ചെയ്തത് ഡിസ്കോഡിൽ. ഞാൻ റിയാക്ട് നീയാണല്ലേ? തന്നെ. ബാക്ക് റൂം ലവ്മാരത്ത് പറ, ഞാൻ എന്തായാലും ഉണ്ട്. സെക്കൻഡ് ലൈവ് ഉണ്ട്, ആയിട്ടെന്നെ വെരിഫൈ ആയിട്ടില്ല. എടാ ഞാനൊന്ന് ഒന്ന് ഇതാക്കി, അവന് കുറച്ച് ഇതുണ്ട്, അവനൊന്ന് റെയ്ഡ് കൊടുക്കാം. ബർത്ത്ഡേ ആണ് വിച്ചുസേ, ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. എന്തായാലും നമുക്ക് ഇന്ന് ലൈവ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും അയ്യോ ലക്ഷ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യു ലക്ഷ്മി. നല്ല പൊളിക്ക്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ലക്ഷ്മി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, മനസ്സിലായില്ലേ ഈ സമയത്ത്. ഞാൻ എന്തിനാണ് താങ്ക് യു സോ മച്ച് മെയിൻ സെർവർ അപ്പായോ? മെയിൻ സെർവർ ഇനി ആ സ്ക്രിപ്റ്റ് ഒന്ന് റെഡിയാക്കുന്നുള്ളൂ. അതെനിക്ക് ഒന്ന് മറ്റന്നാളാണ്ട് ആവും തോന്നുന്നു. ഫൈനൽസ് ലൈവ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ട്യൂബോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വരാം. ക്ലാൻ ഇപ്പോൾ ഫുള്ളാവും. 15 പേര് ഓൺലൈൻ എന്നാ. എടാ എനിക്കറിയത്തില്ല, അവന്മാർ എന്നെ എടുത്തിട്ട് കിണ്ട് ഇപ്പം.